ഓക്കെ, അപ്പോൾ നമ്മളിനി എങ്ങോട്ട് നീങ്ങുകയാണ്? നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സാണ് നമ്മൾ കാണുന്നത്. അതിൽ നമ്മളിപ്പോൾ എന്തൊക്കെ കണ്ടു കഴിഞ്ഞു? റെക്കോർഡിംഗ് എന്ന് പറയുന്ന പരിപാടി കണ്ടു കഴിഞ്ഞു. റെക്കോർഡിംഗ് നമ്മൾ എവിടെയായിരുന്നു ചെയ്തത്? ജേണലിൻ്റെ അകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്തു. നമ്മളതിനെ ജേണൽ എൻട്രീസ് എന്ന് വിളിച്ചു. ഓർമ്മ ഉണ്ടല്ലോ. അവിടെ നിന്ന് നമ്മൾ എങ്ങോട്ട് വന്നു? അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു. ക്ലാസിഫിക്കേഷൻ നമ്മൾ എവിടെയാണ് ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ നമ്മുടെ ലെഡ്ജർ അക്കൗണ്ടുകളിലാണ് ചെയ്തത്. ഓരോ സിമിലർ ടൈപ്പ് അക്കൗണ്ടിനും ഓരോ അക്കൗണ്ട് തുടങ്ങി. ക്യാഷ് അക്കൗണ്ട് തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടതായിരുന്നു റിയൽ ലൈഫിൽ. നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? സമ്മറൈസിങ് ആണ്. സമ്മറൈസിങ് നമ്മൾ എങ്ങനെയാണെന്ന് കണ്ടില്ല. അതിന് മുമ്പ് നമ്മളൊരു കാര്യം പറഞ്ഞു. എന്താണ്? ക്ലാസിഫിക്കേഷൻ സമ്മറൈസിങ്ങിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു സംഭവം വരും. അതിനാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞത്. ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു. നമ്മുടെ മുമ്പുള്ള വീഡിയോകൾ കാണുക, അതിൻ്റെ അകത്തെല്ലാം പറയുന്നുണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സമ്മറൈസിങ്ങിലേക്കാണ്. സമ്മറൈസിങ് എന്ന് പറയുമ്പോൾ ഇത്രയും കാലം ഒരു വർഷം മുഴുവനും നമ്മുടെ ബിസിനസ്സിൽ കിടന്ന ട്രാൻസാക്ഷൻ്റെ ഒരു സമ്മറി, എന്താണ് അതിൻ്റെ ഒരു സാരം, എന്താണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത് പറയുന്നതാണ് സമ്മറൈസേഷനിലുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി സമ്മറൈസേഷൻ നടക്കുന്നത് രണ്ടിടങ്ങളിലായിട്ടാണ്. രണ്ട് ടൈപ്പ് ഓഫ് സമ്മറൈസേഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻകം എക്സ്പെൻസും തെളിഞ്ഞോടോ ഇൻകവും എക്സ്പെൻസും നമ്മൾ സമ്മറൈസ് ചെയ്യും. നമ്മുടെ ബിസിനസ്സിൽ എന്തുമാത്രം അസറ്റ് ഉണ്ട്, ലൈബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ സമ്മറൈസ് ചെയ്യും. ഇൻകവും എക്സ്പെൻസും സമ്മറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ബിസിനസ് പ്രോഫിറ്റിലാണോ ലോസിലാണോ പോകുന്നതെന്ന് അറിയാൻ പറ്റും. നമ്മുടെ ബിസിനസ്സിൻ്റെ അസറ്റും ലൈബിലിറ്റിയും, അതായത് സമ്പാദ്യവും ബാധ്യതകളും നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് നമുക്ക് കണ്ടെത്താൻ പറ്റും? നമ്മുടെ ബിസിനസ്സിൻ്റെ പൊസിഷൻ, ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. നമ്മുടെ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്നൊക്കെ പറയും. അല്ലെങ്കിൽ മെച്ചപ്പെട്ട രീതിയിലാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോഴെന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ അസറ്റ് എന്ത് മാത്രമുണ്ട്, ലയബിലിറ്റി എന്ത് മാത്രമുണ്ട്. അപ്പോൾ നമ്മളിനി അങ്ങോട്ടാണ് കിടക്കാൻ പോകുന്നത്. അടുത്ത സ്റ്റെപ്പാണ് സമ്മറൈസേഷൻ. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻസ് കാണിക്കുന്ന ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിനകത്ത് റെക്കോർഡിങ് ചെയ്യുന്ന സാധനങ്ങളെ. ഓക്കെ, റെക്കോർഡിങ് എങ്ങനെ ചെയ്യുന്നത്, അതിനെങ്ങനെ ക്ലാസിഫൈ ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. അതിൽ നിന്ന് ട്രയൽ ബാലൻസ് ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ട്രയൽ ബാലൻസിൽ നിന്ന് എങ്ങനെ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പിന്നെ അസറ്റ് ആൻഡ് ലയബിലിറ്റി കാണിക്കുന്ന ബാലൻസ് ഷീറ്റും എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എന്ത് നോക്കാം? ഒരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തിൽ നിന്ന് ഹൗ ടു പ്രിപ്പയർ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ എല്ലാ വീഡിയോയിലും കണ്ട അതേ ട്രയൽ ബാലൻസ് ആണ് ഈ കാണുന്നത്. നമ്മൾ പറഞ്ഞ അതേ കഥ തന്നെയാണ്. അപ്പോൾ അതിലെ ട്രയൽ ബാലൻസ് ആണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ കൈ നിൽക്കുന്ന ട്രയൽ ബാലൻസിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് നീങ്ങുകയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കുറച്ചും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് കൈ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയോ? ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് ഇൻകവും എക്സ്പെൻസുകളും കണ്ടെത്തുക. ഇൻകം ഉണ്ടോ എക്സ്പെൻസ് ഉണ്ടോ എന്ന് കണ്ടെത്തുക. ഓരോ ഐറ്റമായിട്ട് നമുക്ക് നോക്കിപ്പോവാം. ഞാൻ ആദ്യത്തെ ഐറ്റം നോക്കിയാണ് ലോൺ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. നിങ്ങൾ ആ കഥ നിങ്ങളുടെ മനസ്സിൽ എത്ര ഫാസ്റ്റായിട്ട് പോകണം. ലോൺ എന്ന് പറഞ്ഞ സാധനം എന്താ? ലോൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇടത്ത് നിന്ന്, ബാങ്കിൽ നിന്നോ ആളിൽ നിന്നോ പെട്ടെന്ന് എടുക്കുന്ന ഒരു ലോണാണ്. ഈ സാധനം നമ്മൾ തിരിച്ചടക്കേണ്ടതാണ്. നമുക്ക് ബാധ്യതയാണ്, നമ്മുടെ ലൈബിലിറ്റിയാണ്. അപ്പോൾ ഇൻകവും അല്ല എക്സ്പെൻസും അല്ല. ഇനി അടുത്ത ഐറ്റം റഹ്മാൻ അക്കൗണ്ട് എന്താണ് ഏതാണെന്ന് നമുക്ക് മുഴുവൻ കഥയും കേട്ടുകൊണ്ട് നമുക്കറിയാം. ബട്ട് നമുക്ക് ക്വസ്റ്റ്യനായിട്ട് തരുന്നത് ഈ പറഞ്ഞ ട്രയൽ ബാലൻസ് മാത്രമാണെങ്കിൽ റഹ്മാൻ നമ്മുടെ ആരാണെന്നോ എന്താണെന്നോ നമുക്ക് ഒരു ഐഡിയയും കാണത്തില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം അറിയാം, ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഒരു വ്യക്തിയുടെ പേര് എന്തായാലും ഇൻകം എക്സ്പെൻസ് ആയിട്ട് വരത്തില്ല. ഒന്നുകിൽ അസറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലൈബിലിറ്റി ആയിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ നോക്കേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഞാനെന്ന് പറയുന്നു, ഈ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഡെബിറ്റ് ബാലൻസ് ആണുള്ളത് അല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താ? റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ബിസിനസ്സിൻ്റെ അസറ്റാണ്. ഒരു വ്യക്തിയുടെ പേര് കിടക്കുന്നു, ബാലൻസ് ക്രെഡിറ്റ് കിടക്കുന്നു എങ്കിൽ അയാൾ നമ്മുടെ ലൈബിലിറ്റിയാണ്. ഓർക്കുക, വ്യക്തികളുടെ പേരിൽ ഒരിക്കലും ഇൻകവും എക്സ്പെൻസും വരത്തില്ല. അപ്പോൾ അതെന്തായിരിക്കാം? ഇൻകം എക്സ്പെൻസും അല്ലെങ്കിൽ അസറ്റോ ലൈബിലിറ്റിയോ ആയിരിക്കാം. അപ്പോൾ ഇവിടെ അസറ്റോ ലൈബിലിറ്റിയോ ആയിരിക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് തിരിച്ചറിയണം? അസറ്റാണോ ലൈബിലിറ്റി ആണോ എന്ന് തിരിച്ചറിയണം. അതെങ്ങനെ തിരിച്ചറിയും? അസറ്റ് ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ലൈബിലിറ്റി ആണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എങ്ങോട്ട് നീങ്ങാണ്? അടുത്ത ഐറ്റത്തിലേക്ക് നിൽക്കുകയാണ്. ഗ്യാസ് ബിൽ. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ എന്താണ്, ഒരു എക്സ്പെൻസ് ആണ് അല്ലേ. നമ്മൾ ഗ്യാസിൻ്റെ ബില്ല് കൊടുക്കുന്നത് ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടായിരിക്കാം, ബിലോ 1 ഇയർ ആണ്.
ബിലോ 1 ഇയറിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. അതിൻ്റെ ബെനിഫിറ്റും കുറച്ച് കാലത്തേക്കല്ലേ കിട്ടത്തുള്ളൂ, അല്ലാതെ ഒരിക്കൽ ബില്ല് അടച്ച വർഷങ്ങളോളം കിട്ടും ഇല്ല. അപ്പോൾ നമ്മുടെ എന്താണ്, എക്സ്പെൻസാണ്. സെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഇൻകമാണ്. അടുത്തത് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയുന്നു. ബിസിനസ്സിൻ്റെ അകത്ത് നിന്ന് ഓണർ എന്ത് ചെയ്യുന്നറിയാവോ, അയാളുടെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകും. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബിസിനസ്സിൻ്റെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അതൊരു എക്സ്പെൻസാണ്. നമ്മുടെ ഓണർ അയാളുടെ ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോയി. അത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ബിസിനസ്സിൻ്റെ ഒരു എക്സ്പെൻസാണ്. ആ എക്സ്പെൻസിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്, ഡ്രോയിങ്സ് എന്ന്. ഓക്കെ, ഇനി ഡ്രോയിങ്സ് കഴിഞ്ഞാൽ എന്തുണ്ട്, അടുത്ത കിടക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്. പേരിൽ തന്നെ ഉണ്ട് എന്താണ്, അതൊരു എക്സ്പെൻസാണ്. ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നോക്കിയടാ, അടുത്ത ഐറ്റം കമ്മീഷൻ എന്ന് എഴുതിയിട്ട് ക്രെഡിറ്റ് സൈഡിൽ 30,000 എന്ന് കിടപ്പുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ എക്സ്പെൻസ് ആണോ ഇൻകമാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഒരു ബിസിനസ് നടത്തുമ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടുകയും ചെയ്യാം, നമ്മൾക്ക് കമ്മീഷൻ കൊടുക്കുകയും ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരാളെ ഒരു സെയിൽസിന് വെച്ചു, എന്നിട്ട് അയാൾക്ക് പറയുന്നത് ഇന്ന സാധനം വിറ്റ് തന്നാൽ നമ്മൾ ഇത്ര കമ്മീഷൻ തരാമെന്ന് പറഞ്ഞാൽ അയാൾക്ക് കമ്മീഷൻ കൊടുക്കാം. അതേസമയം മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ സാധനം വിറ്റ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടാം, കമ്മീഷൻ കിട്ടാനുള്ള വകുപ്പുണ്ട്. അവിടെ വീണ്ടും എന്ത് നോക്കുക, കമ്മീഷൻ കിടക്കുന്ന ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ നോക്കുക. ഓക്കെ, ഡെബിറ്റിലാണെങ്കിൽ അത് നമ്മൾ എന്താണ്, എക്സ്പെൻസ് ആണ്. ഇവിടെ സാധനം കാണാമല്ലോ, അതാണ് കിടക്കുന്നത്. ഡെബിറ്റിലാണെങ്കിൽ അത് നമ്മുടെ എക്സ്പെൻസ് ആണ്. സെയിം ടൈം ഇത് കിടക്കുന്നത് ക്രെഡിറ്റിലാണെങ്കിലോ, ക്രെഡിറ്റിലാണെന്നുണ്ടെങ്കിൽ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻകമാണ്. ഇവിടെ നമുക്ക് എവിടെയാണ് കിടക്കുന്നത്, ക്രെഡിറ്റ് സൈഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ ഇൻകമാണ്. ഓക്കെ, ഇനി അടുത്ത ഐറ്റം നോക്കാം, സാലറി. സാലറി എന്ന് പറയുന്നത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ബിസിനസ്സിൻ്റെ ഒരു ചിലവാണ്, എക്സ്പെൻസാണ്. ക്യാരേജ് ഇൻവേർഡ്. ക്യാരേജ് ഇൻവേർഡ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ബിസിനസ്സിലെ നമുക്ക് എന്തായാലും റോ മെറ്റീരിയൽ വേണമല്ലോ, എന്തൊക്കെയോ സാധനം വിറ്റിട്ടാണല്ലോ നമ്മൾ സെയിൽസ് നടത്തുന്നത്. അപ്പോൾ വിൽക്കാനുള്ള സാധനം അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റോ മെറ്റീരിയൽ ക്യാരി ചെയ്ത് നമ്മുടെ ബിസിനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി, നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻവേർഡിലേക്ക് അകത്തേക്ക് വിൽക്കാനോ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാനോ ഉള്ള റോ മെറ്റീരിയലോ എന്തോ കൊണ്ട് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനാണ് എന്തെന്ന് വിളിക്കുന്നത്, ക്യാരേജ് ഇൻവേർഡ് എന്ന് വിളിക്കുന്നത്. അത് എന്ത് തന്നെയാണ്, നമ്മുടെ ഒരു എക്സ്പെൻസ് തന്നെയാണ്. അപ്പോൾ കോൺസെപ്റ്റ് ഓക്കെയാണ് വിചാരിക്കുന്നു. അടുത്തത് വീണ്ടും നോക്കിയേ, നമ്മുടെ രാജീവ് അക്കൗണ്ട്. നോക്കിയേ, ഡെബിറ്റ് സൈഡിലല്ല ക്രെഡിറ്റ് സൈഡ്. ഓർക്കുക, ഒരു വ്യക്തി എന്ത് വരത്തില്ല, ഇൻകമോ എക്സ്പെൻസ് ആവത്തില്ല. അപ്പോൾ ഇത് അസറ്റോ ലയബിലിറ്റിയോ ആണ്. ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് കിടക്കുന്നുണ്ട്, നമുക്ക് എന്തെന്ന് ഉറപ്പിക്കാം, ഇത് നമ്മുടെ ലയബിലിറ്റിയാണ്. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഓർക്കുക, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ഡെബിറ്റാണ് ചെയ്യുന്നത്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റാണ് ചെയ്യുന്നത്. ആ ഒരു ബന്ധമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അസറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ വരും, ലയബിലിറ്റി ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ വരും. ദെൻ രാജുഭായ്. നോക്കിയേ, രാജുഭായ് എന്ന് പറയുന്ന വ്യക്തിയുടെ ക്രെഡിറ്റ് സൈഡിലാണ് കിടക്കുന്നതിന് അർത്ഥം എന്താ, നമ്മുടെ ബിസിനസ്സിന് രാജുഭായ് എന്താണ്, ഒരു ലയബിലിറ്റിയാണ്. അടുത്തത് പർച്ചേസസ്. ഓർക്കുക, നമ്മൾ നടത്തുന്ന പർച്ചേസസ് ബിസിനസ്സിൻ്റെ ഇൻകം ആണോ എക്സ്പെൻസ് ആണോ, എക്സ്പെൻസ് ആണ്. ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ എന്താണ്, ലയബിലിറ്റിയാണ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഇപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇതൊരു എക്സ്പെൻസ് അല്ലേ എന്ന് തോന്നും. സാലറി ഓഫ് കോഴ്സ് എന്താണ്, നമ്മുടെ ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് തന്നെയാണ്. പക്ഷേ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞാലോ, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ പെൻഡിങ് ഇട്ട സാലറിയാണ്, അത് നമ്മുടെ ബാധ്യതയാണ്, ലയബിലിറ്റിയാണ്. ഓക്കെ, ദെൻ വാട്ടർ ബിൽ. വാട്ടർ ബിൽ നമുക്കറിയാം ഒരു എക്സ്പെൻസാണ്. കിച്ചൺ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ആലോചിക്കുക, നമ്മുടെ ഇൻകം ആണോ, എക്സ്പെൻസ് ആണോ, അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ. ഓഫ് കോഴ്സ് നമ്മൾ പണം മുടക്കി തന്നെയാണ് കിച്ചൺ എക്യുപ്മെൻറ്റ് വാങ്ങിച്ചത്, അതുകൊണ്ട് എക്സ്പെൻസ് ആവാമായിരുന്നു. ബട്ട് കിച്ചൺ എക്യുപ്മെൻറ്റിൻ്റെ ബെനിഫിറ്റ് ഒരു വർഷത്തിൽ കൂടുതൽ കുറേ കാലം നമുക്ക് നിൽക്കുക, അതുകൊണ്ട് അത് എന്തല്ല, വെറും എക്സ്പെൻസ് അല്ല, നമ്മുടെ അസറ്റാണ്. സോ സംതിങ് ഓഫ് എ വാല്യൂ വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ടു ക്യാഷ് ആൻഡ് വിച്ച് ഹാവ് ഇറ്റ്സ് ബെനിഫിറ്റ് റിമൈനിങ് ഇൻ ദ ബിസിനസ് ഫോർ എ ലോങ് ടൈം, അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, അസറ്റ് എന്ന് വിളിക്കാം. ഇതുപോലെ തന്നെയല്ലേ ഫർണിച്ചറും, അതുപോലെയാണ് ക്യാഷും. അപ്പോൾ അതൊക്കെ നമ്മുടെ എന്താണ്, അസറ്റാണ്.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലെല്ലാം ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ എല്ലാ ഇൻകവും എക്സ്പെൻസും കണ്ടെത്തി കഴിഞ്ഞു. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എങ്ങോട്ട് പോകാം? P&L അക്കൗണ്ടിലേക്ക് പോകാം. അല്ലെങ്കിൽ നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. ഇതാണ് നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് കിടക്കുമ്പോൾ ആൻസർ ഉണ്ടെന്നൊക്കെ തോന്നും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത് നോക്കാം. ഓക്കെ, ഈ പറഞ്ഞ നമ്മുടെ ഇതാണ് നമ്മുടെ അക്കൗണ്ട്. അക്കൗണ്ടിൻ്റെ ഹെഡിങ് എന്ത് കൊടുക്കുക? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. ഫോർ ദ ഇയർ എൻഡഡ്, എപ്പോഴും ശ്രദ്ധിക്കുക, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇയറിൻ്റെ എൻഡിലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബാലൻസ് ഷീറ്റ് പിന്നെ വർഷം അവസാനിച്ചിട്ടല്ലേ ചെയ്യുന്നത്? ആ വർഷം അവസാനിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ എന്താണ് പറയുന്നത് ഞാൻ അപ്പം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇയർ എൻഡിലായിരിക്കും. അതുകൊണ്ട് ഫോർ ദ ഇയർ എൻഡ് ആ ഡേറ്റ്, ഇയർ എൻഡ് ഡേറ്റ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന ഡേറ്റ് കൊടുക്കും. ഫോർമാറ്റ് വരുന്നത് അതാ നോക്കിയേ, പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. അതായത് ഡെബിറ്റ് സൈഡിലെ പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഉണ്ട്, ക്രെഡിറ്റ് സൈഡിലെ പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഉണ്ട്. എന്താണ് ഈ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? വേറെ ഒന്നുമില്ല, ഇടതുവശത്തിന് നമ്മൾ നേരെ നോക്കുമ്പോൾ നമ്മൾ ഇടതുവശത്തിന് ഡെബിറ്റ് സൈഡ് എന്നും വലതുവശത്തിന് ക്രെഡിറ്റ് സൈഡ് എന്ന് വിളിക്കുമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല. മനസ്സിലായില്ലേ? വേറെ ഒന്നും ചിന്തിച്ചാൽ തെറ്റിപ്പോവും. ഇനിയാണ് നമ്മൾ ഫോർമാറ്റിലേക്ക് പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ ഇതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഫസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് വിളിക്കുന്ന ഒരു പാർട്ട്. അതായത് നമുക്ക് മേജർ ബിസിനസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൻ്റെ കാര്യമാണ് അല്ലേ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ മേജർ ബിസിനസ് എന്തായിരിക്കും? ഫുഡ് ഉണ്ടാക്കി വിൽക്കുക എന്ന് തന്നെയാണ്. പക്ഷേ അതല്ലാതെയും മേജർ ബിസിനസ്സിന് വേണ്ടി അല്ലാതെയും ഇവർക്ക് എന്തുണ്ടായിട്ടുണ്ട്? എക്സ്പെൻസും ഉണ്ടായിട്ടുണ്ട്, ഇൻകം ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവർക്ക് ഈ കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു കമ്മീഷന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഇൻഡയറക്റ്റ് ഇൻകമാണ് എന്തെന്ന് പറയുന്നത്? ഇവിടുത്തെ കമ്മീഷൻ എന്ന് പറയുന്നത്. അതുപോലെ എക്സ്പെൻസുകളുടെ കാര്യം നോക്കിക്കേ, ഇതൊന്നുമല്ല ഇവരുടെ മേജർ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഡ്രോയിങ്സ് ചെയ്യുന്നില്ലെങ്കിൽ ബിസിനസ് നിലനിൽക്കില്ല എന്നുണ്ടോ? അഡ്വർടൈസ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ ബിസിനസ് നിലനിൽക്കില്ല എന്നുണ്ടോ? സാലറി കൊടുത്തില്ലെങ്കിൽ, എല്ലാ എംപ്ലോയീസിന് സാലറി കൊടുക്കണം, ബട്ട് സാലറി ഇല്ലെങ്കിൽ ബിസിനസ് നടക്കില്ല, മേജർ ബിസിനസ് നടക്കുകയില്ല എന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു മാസത്തെ സാലറി കൊടുത്തില്ലല്ലോ, എന്നിട്ട് ബിസിനസ് നടന്നില്ലേ? ഇലക്ട്രിസിറ്റി ബില്ലല്ല കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂ ആക്കാം, എന്താ ബിസിനസ് നടക്കില്ലേ? അതുപോലെയുള്ള പല എക്സ്പെൻസുകളുണ്ട്, പല ഇൻകവുമുണ്ട്. അപ്പം അങ്ങനത്തെ ഇൻകത്തിനെ നമ്മൾ ഇൻഡയറക്റ്റ് ഇൻകം എന്ന് വിളിച്ച പോലെ ഇതുപോലെ ബിസിനസ്സിലുള്ളതും എന്നാൽ ഒഴിവാക്കാൻ പറ്റുന്നതിൻ്റെ സെൻസ് മെയിൻ പർപ്പസിനെ ബാധിക്കാത്തതുമായുള്ള എക്സ്പെൻസുകളെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കും. ഓക്കെ, നമുക്ക് അറിയേണ്ടത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകത്തിനെ കുറിച്ചല്ല ഇപ്പോൾ അറിയേണ്ടത്. നമുക്ക് അറിയേണ്ടത് എന്താണ് ഡയറക്റ്റ് എക്സ്പെൻസ്, എന്താണ് ഡയറക്റ്റ് ഇൻകം. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തേ കാണത്തുള്ളൂ? ഒരൊറ്റ ഡയറക്റ്റ് ഇൻകമേ കാണത്തുള്ളൂ, അതാണ് സെയിൽസ്. അപ്പോൾ ഡയറക്റ്റ് ഇൻകം എന്ന് വെച്ചാൽ എന്താണോ നമ്മുടെ ബിസിനസ്സിൻ്റെ മേജർ പർപ്പസ്, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മൾ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്, ആ പർപ്പസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ ഡയറക്റ്റ് ഇൻകം എന്ന് വിളിക്കുന്നത്. ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തേ ഉള്ളൂ? സെയിൽസ് മാത്രമേ വരത്തുള്ളൂ. ഇനി നോക്കിയടാ, ഇനി നമുക്ക് എന്തും കൂടെ നോക്കാണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് എന്താണെന്ന് അറിയണം. ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻ ദ സെൻസ് നമ്മൾ ഈ പറഞ്ഞ അതേ കോൺസെപ്റ്റാണ്. നമ്മുടെ ബിസിനസ്സിൻ്റെ മേജർ പർപ്പസ് എന്താണോ, ആ പർപ്പസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത എക്സ്പെൻസുകളെയാണ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കഴിവ് വേണം? ഏറ്റവും ആദ്യം നമ്മുടെ ട്രയൽ ബാലൻസിൻ്റെ അകത്ത് നിന്ന് ഇൻകം ഏതാണ്, എക്സ്പെൻസ് ഏതാണ് തിരിച്ചറിയണം. അതേപോലെ എന്തും തിരിച്ചറിയണം, ഡയറക്റ്റ് ഇൻകം ഏതാണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ഏതാണ് തിരിച്ചറിയണം. ഞാൻ ഒന്നും കൂടെ ഇൻകം എക്സ്പെൻസിലേക്ക് പോവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ നിങ്ങൾ തിരിച്ചറിയണം. ആദ്യത്തെ എക്സ്പെൻസ് ഞാൻ ഒന്നും കൂടെ മറ്റേ അസറ്റും ലൈബിലിറ്റിയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്, എക്സ്പെൻസുകൾ ഇൻകം ഡയറക്റ്റ് പറഞ്ഞു പോവാണ്. ആദ്യത്തെ എക്സ്പെൻസ് ഗ്യാസ് ബിൽ. ഓക്കെ, അവിടെ വന്ന് നിന്ന് നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ നടത്തുന്ന ബിസിനസ് ഒരു റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗ്യാസ് എന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകമാണോ, ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണോ, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ പർപ്പസ്, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ബിസിനസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് അവിടെ ഉണ്ടാകണമോ വേണ്ടയോ ചിന്തിക്കുക. യെസ്, ഒരിക്കലും ഗ്യാസ് ഇല്ലാതെ എന്ത് നടക്കത്തില്ല, ഒരു ഹോട്ടൽ നടക്കത്തില്ല. ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അതല്ല നമ്മൾ പറയുന്നത്. ഗ്യാസാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്യാസ് ബില്ല് അടയ്ക്കാതെ ഇവരുടെ മെയിൻ പർപ്പസ് നടക്കത്തില്ല. അപ്പോൾ നമ്മുടെ എന്താണ് ഗ്യാസ് ബില്ലെന്ന് പറയുന്നത്? നമ്മുടെ ബിസിനസ്സിനെ, നമ്മളെ റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇനി നോക്കി,
സെയിൽസിൽ നിന്ന് 17,10,000 കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കിയടാ, നമ്മുടെ മെയിൻ പർപ്പസ് എന്താണ്? നമ്മുടെ മെയിൻ പർപ്പസ് സെയിൽസ് നടത്തുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമ്മുടെ ഡയറക്റ്റ് ഇൻകമാണ്. അടുത്തത് ഡ്രോയിങ്സ് കിടക്കുന്നു. ഓണർ അയാളുടെ വീട്ടാവശ്യത്തിന് വേണ്ടി എന്തൊക്കെയോ സാധനം എടുത്തുനിന്ന് പോകുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഓണർ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യമാണോ? അങ്ങനെ അവ എടുത്തുകൊണ്ട് പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യട്ടെ, അത് നമ്മളെ ബിസിനസ്സിന് എന്തല്ല ബാധിക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് അതെന്താണ്? നമ്മുടെ പിന്നെ എന്തായിരുന്നു, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല. അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ്. അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാതെ ബിസിനസ്സിൽ നിലനിൽക്കാൻ കഴിയുമോ? ഇന്നലെ ഉദാഹരണമായിട്ട് പറയാറുള്ളത് സ്റ്റുഡിയോയുടെ കാര്യമാണ്. സ്റ്റുഡിയോ എന്ന് പറയുന്ന ടാറ്റയുടെ ഒരു റീറ്റെയിൽ ബ്രാൻഡാണ്. ചീപ്പ് റേറ്റിന് സാധനങ്ങൾ, ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. ബട്ട് അവർക്ക് എന്തില്ല? അഡ്വർടൈസ്മെൻ്റ് ഇല്ല. അവർക്ക് നിലനിൽക്കാമെങ്കിൽ പിന്നെ ഒരു സാധാരണ റെസ്റ്റോറൻറ്റ് നിലനിൽക്കാൻ പറ്റത്തില്ല, ഉറപ്പായിട്ടും പറ്റും. ദെൻ വാട്ട് വി ഹാവ് കമ്മീഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മീഷൻ നേടുക എന്ന് പറയുന്നതല്ല നമ്മുടെ മേജർ പർപ്പസ്. അതുകൊണ്ട് നമ്മുടെ എന്തല്ല? ഡയറക്റ്റ് ഇൻകം അല്ല, ഇൻഡയറക്റ്റ് ഇൻകമാണ്. സാലറി കൊടുക്കുക, അവിടെ ഒരു കൺഫ്യൂഷൻ വരാം, അവിടെ അത് തർക്കിക്കാവുന്ന ഒരു വിഷയം കൂടിയാണ്. ബട്ട് നമ്മൾ പൊതുവേ സാലറിന് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. കാര്യം നമ്മൾ സാലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോട്ടലാണ്. ഹോട്ടലിൽ ആൾക്കാർ പിന്നെ അടുക്കളയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതിനല്ല നമ്മൾ സാലറി നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഈ പറഞ്ഞ പോലെ മറ്റേ ഫ്രണ്ടിൽ വെയിറ്ററായിട്ട് നിൽക്കുന്ന ആക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കുന്ന അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിനോ അവർക്കൊക്കെ കൊടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ അകത്ത് സാലറിക്കകത്ത് അങ്ങനെ ഒരു പാർട്ടും ഉണ്ട്, ഒഴിവാക്കാൻ പറ്റാത്ത പാർട്ടും ഉണ്ടാവാം. ബട്ട് സ്റ്റിൽ പൊതുവേ നമ്മൾ സാലറിന് എന്തായിട്ടാണ് എടുക്കുന്നത്? ഈ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് എടുക്കുന്നത്. ക്യാരേജ് ഇൻവേർഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയിടാ, ക്യാരേജ് ഇൻവേർഡ് എവിടെയോ കടന്ന റോ മെറ്റീരിയലിനെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ നമുക്ക് വിൽക്കാനുള്ള സാധനത്തിനെ നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്തേക്ക് എത്തിക്കണം. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണോ? ഒരിക്കലും അല്ല. അതുകൊണ്ട് ക്യാരേജ് ഇൻവേർഡ് എന്താണ്? നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അടുത്ത എക്സ്പെൻസ് പർച്ചേസ്. പർച്ചേസ് എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമാണോ? ഒരു സംശയവുമില്ല, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ പർച്ചേസ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൻ്റെ എന്താണ്? ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ. ഇലക്ട്രിസിറ്റി ബിൽ ഇല്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ബിക്കോസ് റെസ്റ്റോറൻ്റ് ആണ്. അല്ലാതെ നമുക്കൊരു പ്രൊഡക്ഷൻ മറ്റേ ഇലക്ട്രിസിറ്റി വെച്ച് പ്രൊഡക്ഷൻ ചെയ്യുന്നതായിരുന്നെങ്കിൽ നമുക്ക് എന്തായിട്ട് എടുക്കാമായിരുന്നു? ഡയറക്റ്റായിട്ട് എടുക്കാമായിരുന്നു. ഇവിടെ അതിൻ്റെ അത്യാവശ്യമില്ല. അടുത്ത എക്സ്പെൻസ് വാട്ടർ ബിൽ. വാട്ടർ നമുക്കൊരു അവിഭാജ്യ ഘടകമാണ്. പിന്നെ എക്സ്പെൻസുകളൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്കൊരു മൈന്യൂട്ട് ഐഡിയയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും എന്തൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ്, എന്തൊക്കെയാണ് ഡയറക്റ്റ് ഇൻകം എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസുകൾ, ഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം എടുത്ത് എഴുതും. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഇല്ല, ഞാൻ വെറുതെ ഒരു ഫോർമാറ്റിന് വേണ്ടി എഴുതിയിട്ടതാണ്. പർച്ചേസസ് ഉണ്ടായിരുന്നു, വാട്ടർ ബില്ലുണ്ടായിരുന്നു, ഗ്യാസ് ബില്ലുണ്ടായിരുന്നു, ക്യാരേജ് ഇൻവേർഡ് ഉണ്ടായിരുന്നു. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഉത്തരമാണ്, ദയവായി അത് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കരുത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെയിൽസ് എഴുതും, തൊട്ട് താഴെ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതും. ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് നിന്ന് നിങ്ങളുടെ ഇൻകം ആണോ എക്സ്പെൻസ് ആണോ എന്നൊക്കെ ഒരു ചർച്ചയ്ക്ക് വരാം. പക്ഷേ അതൊരു ലോജിക്കാണ്. നമ്മൾ ഇത്രയും സാധനം പർച്ചേസ് ചെയ്തു, ഇത്രയും ബാക്കിയുണ്ട്, അത് മൈനസ് ചെയ്ത് എന്ത് കിട്ടും? ഫോർ എക്സാമ്പിൾ ഞാൻ 100 മുട്ടായി വാങ്ങിച്ചു. ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ബാക്കി 20 മുട്ടായി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? 80 മുട്ടായി അല്ലെങ്കിൽ മിഠായി അങ്ങനല്ലേ പറയാനുള്ളൂ. ഓക്കെ, 80 മിഠായി ഞാൻ എന്ത് ചെയ്തു? വിറ്റു എന്നല്ലേ? 100 എണ്ണം വാങ്ങി 20 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എത്ര വിറ്റു എന്ന് ഞാൻ എണ്ണം വച്ചിട്ടില്ല, പക്ഷേ 20 എണ്ണം ബാക്കിയുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ അങ്ങനെ മൈനസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എത്ര എണ്ണം വിറ്റു, എത്ര എണ്ണം ചിലവായി എന്നൊക്കെ അറിയാൻ പറ്റും. അതേപോലെ ഇത്ര രൂപയുടെ സാധനം വാങ്ങിച്ചാൽ ഇത്ര രൂപയുടെ സാധനം ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ അതിന് ആ ഒരു ഡിഫറൻസ് എങ്ങനെ ബാലൻസ് ആവും? ഇവിടെ എന്ത് വരും? പിന്നെ ആ ഒരു ഇതിലേക്ക് എക്സ്പെൻസ് കൂടി നിൽക്കും. എത്ര കൂടി നിൽക്കും? എത്രയാണോ നമ്മുടെ ചിലവായത്, വാങ്ങിച്ചതിൻ്റെ അകത്ത് നിന്ന് എത്രയാണോ ചിലവായത്, അതിവിടെ കൂടി നിൽക്കും. ആ ഒരു ലോജിക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായില്ല? 100 - 20 80 വന്ന ഒരു ലോജിക്ക്. ഓക്കെ, അപ്പോൾ 16,99,500 രൂപയുടെ സാധനം വാങ്ങിച്ചാൽ 5 ലക്ഷം രൂപയുടെ സാധനം ബാക്കിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? രണ്ടും മൈനസ് ചെയ്ത് അവിടെ എഴുതായിരുന്നു. പക്ഷേ നമുക്ക് ഒരു അക്കൗണ്ടിങ്ങിനകത്ത് ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, അതുകൊണ്ട് തോന്നിയ ദിവസം കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അത്രയും എഴുതി വെച്ചിട്ട് ഇനി ഒന്നുമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, അതായത് ഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു, പിന്നെ ഡയറക്റ്റ് ഇൻകം എല്ലാം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞു വിത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ഡയറക്റ്റ് ഇൻകം എല്ലാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ അക്കൗണ്ടും ബാലൻസ് ചെയ്യുന്ന കോമൺ പ്രൊസീജിയറിലേക്ക് പോവുക. ടേക്ക് ദ സം ഓഫ് ഡെബിറ്റ് സൈഡ്, ടേക്ക് ദ സം ഓഫ് ക്രെഡിറ്റ് സൈഡ്. ഹൈയസ്റ്റ് ഏതാണെന്ന് നോക്കുക. ഏത് സൈഡാണെന്നുള്ളത് വിഷയമില്ല, ഏതാണോ ഹൈയസ്റ്റ്
ടോട്ടൽ, ഡെബിറ്റിൽ ഹൈ ടോട്ടൽ കിട്ടാം, ക്രെഡിറ്റിൽ ഹൈ ടോട്ടൽ കിട്ടാം, ഏതും ആയിക്കോട്ടെ അത് രണ്ട് സൈഡിൻ്റെയും ടോട്ടലായിട്ട് എഴുതുക. അങ്ങനെ നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. നോക്കിയപ്പോൾ ക്രെഡിറ്റ് സൈഡിലുണ്ട് ഓൾറെഡി ആ ടോട്ടലായി 22,10,000 ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ അത്രയില്ല. ആ ഒരു എമൗണ്ടിനെ നമ്മൾ എന്തായിട്ട് എഴുതും? ബാലൻസ് ആയിട്ട് എഴുതും. ഇനി അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഒരു കോമൺ ലോജിക്ക് മതി. നമുക്കിപ്പോൾ ഇവിടെയാണ് കുറവ് വന്നത്. അതായത് ഈ സൈഡിൽ നമ്മൾ എന്താ എഴുതിയത്? നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എഴുതിയേ. ഡയറക്റ്റ് എക്സ്പെൻസ് കുറഞ്ഞ് നിൽക്കുന്നു, ഡയറക്റ്റ് ഇൻകം കൂടി നിൽക്കുന്നു. അതിനർത്ഥം എന്താ? നമ്മളെ ചിലവിനേക്കാൾ നമ്മുടെ വരവ് കൂടുതലാണെങ്കിൽ അർത്ഥം എന്താ? നമുക്ക് പ്രോഫിറ്റാണ്. നമ്മളതിന് എന്തെന്ന് എഴുതും? ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ട്രേഡിംഗ് അക്കൗണ്ട് അവിടെ കൊണ്ട് അവസാനിക്കുന്നു. ഓർക്കുക, പ്രൊസീജിയേഴ്സ് ഒരിക്കലും മറന്നു പോകരുത്. ഡയറക്റ്റ് ഇൻകം കണ്ടുപിടിക്കുക, ഡയറക്റ്റ് എക്സ്പെൻസ് കണ്ടുപിടിക്കുക. ഡയറക്റ്റ് എക്സ്പെൻസുകൾ ആദ്യം ഡെബിറ്റ് സൈഡിലെടുത്ത് എഴുതുന്നു, എന്നിട്ട് ഡയറക്റ്റ് ഇൻകമായ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു, പിന്നെ സാധാരണ ബാലൻസ് ചെയ്യുന്ന പ്രൊസീജിയർ. നമ്മളങ്ങനെ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ആണെന്ന് കണ്ടുപിടിച്ചു. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ നമ്മളിവിടെ ഡെബിറ്റ് സൈഡിൽ എഴുതിയതിനെ നമ്മൾ ബ്രോഡ് ഡൗൺ എന്ന് എഴുതി എങ്ങോട്ട് എഴുതും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതും. എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടെ നമ്മുടെ എക്സ്പെൻസുകളാണ് വരുന്നത്, ഇവിടെയോ നമ്മുടെ ഇൻകം. ഗ്രോസ് പ്രോഫിറ്റ് നമ്മുടെ ഇൻകം അല്ലേ? അപ്പോൾ ഇൻകത്തിൻ്റെ സൈഡിൽ വരാൻ വേണ്ടിയിട്ട് ഇവിടെ ക്യാരി ഡൗൺ എന്ന് എഴുതിയ ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യും. ഇനി കണ്ണും പൊട്ടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എക്സ്പെൻസുകളും ഇൻകവും അങ്ങ് നിരത്തി അങ്ങ് എഴുതാം. എക്സ്പെൻസുകളുണ്ട്, ഇൻകംസ് ഉണ്ട്. നമ്മളെല്ലാം നിരത്തി അങ്ങ് എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബിസിനസ്സിൻ്റെ ഫൈനൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അതായത് നമ്മൾ എല്ലാ എക്സ്പെൻസും എല്ലാ ഇൻകവും എഴുതി കഴിഞ്ഞു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഫൈനൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ഇതേ പ്രൊസീജിയർ ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എടുക്കുന്നു, ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എടുക്കുന്നു. ഇതിന് ശേഷമുള്ളത് നമ്മൾ അവിടെ വരച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ കൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് തീർന്നു. അതിന് ശേഷമാണ് ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എടുക്കുന്നു, ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ എടുക്കുന്നു. ഹയസ്റ്റ് ടോട്ടലിനെ രണ്ടിടത്ത് ഞാൻ താഴെ എഴുതുന്നു. എന്നിട്ട് ഡിഫറൻസ് എവിടെയാണ് വന്നതെന്ന് നോക്കി. ഈ സൈഡിലാണ് കുറവ്, അവിടെ എഴുതി. ഇവിടെ ഓൾറെഡി 9,53,500 ഉണ്ട്. ഇവിടെ അത്രയില്ല. ആ എമൗണ്ടിൽ വന്നെത്താൻ എത്ര എമൗണ്ട് എഴുതണോ അതിന് ഞാൻ എവിടെ എഴുതി. ഇനി എന്തറിയണം? കിട്ടിയത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയണം. നോക്കി, ഈ സൈഡ് കുറവും ഈ സൈഡ് കൂടുതലും. അതായത് എൻ്റെ എക്സ്പെൻസ് കൂടി നിൽക്കുന്നു, എൻ്റെ ഇൻകം കുറഞ്ഞ് നിൽക്കുന്നു. അതിനർത്ഥം വി മേഡ് എ ലോസ്. അങ്ങനെ നമ്മൾ എന്ത് കണ്ടെത്തി? നെറ്റ് ലോസ് ആണെന്ന് കണ്ടെത്തി. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത്രയും ഒന്നുമല്ല, ഒരുപാട് ഐറ്റംസ് വരാം. ബേസിക് ഐഡിയ എന്താണ്? ഡയറക്റ്റ് ഇൻകം ആണോ ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ നമുക്ക് തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവാണ് അതിൻ്റെ ബേസിക് ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, സിമ്പിളായിട്ടാണ് ഞാൻ പറഞ്ഞു പോയത്. ഇനിയും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു ഓൾ.